രൂപയ്ക്ക് 20 മോഡൽ XF+ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ ഈ ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം 52,000. അപ്പോൾ അതിൽ മാറിയതായിരിക്കും 4 പുതിയ ടയേഴ്സാണ്. ഒരു ക്ലെയിം ഇല്ലല്ലോ, ക്ലെയിംസ് കാര്യങ്ങളൊന്നും. ഓക്കെ. സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട്. രൂപയ്ക്ക് 21 ലോ കിലോമീറ്റർ മാനുവൽ 4x4 പെട്രോൾ ഥാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ നല്ല ചെറിയ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് വെച്ചിട്ട് നമ്മൾ 2 വർഷം മുന്നെയാണ് വീഡിയോ ചെയ്തത്. പാലക്കാട് കാർ ആൻഡ് ബൈക്കിലാണ് ഇന്ന് നമ്മൾ ഈ സ്റ്റോക്കൊക്കെ കാണിക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മുണ്ടൂരാണ്. കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് വിഷ്ണുവിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഹായ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? മുണ്ടൂർ ടൗണിൽ നിന്ന് നമുക്ക് പാലക്കാട് റൂട്ടില് മുട്ടിക്കുളങ്ങര എത്തിന് മുന്നേ പന്നിയമ്പാടം വളവ് പറയും. പന്നിയമ്പാടം വളവ് അല്ലേ? അതായത് മഹീന്ദ്രയുടെ ഇറാ മോട്ടോഴ്സിന്റെ ഷോറൂം അതിന്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ. ഓക്കെ, അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് കാർ ആൻഡ് ബൈക്ക്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ കാർ ആൻഡ് ബൈക്കാണ്. അപ്പോൾ എന്താ പറയുക, 2 വർഷം വാറണ്ടി ഒക്കെ കിട്ടുന്ന വാഹനങ്ങൾ തന്നെയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെ, സ്റ്റോക്ക് ഇപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മാക്സിമം നമ്മളെല്ലാം സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടികൾ 26 വണ്ടികളൊക്കെ വരുന്നേ ഉള്ളൂ, പുതിയ വണ്ടികൾ. അപ്പോൾ എക്സ്ചേഞ്ച് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വണ്ടികൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് കൊടുക്കാൻ പറ്റും എക്സ്ചേഞ്ചിൽ വരുമ്പോൾ? അതെ, നമ്മൾ മാക്സിമം ഇപ്പോൾ പിന്നെ വർഷം മാറിയില്ല, അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ 2 ഇയർ വാറണ്ടി RS എല്ലാം ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യാം. 141+ ചെക്ക് പോയിന്റ്സിലൂടെ കടത്തി വിട്ടിട്ട് എടുക്കുന്ന വണ്ടികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിലൊന്നും പേടിക്കണ്ട. ഓക്കെ, എന്തായാലും സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. വീഡിയോയിലോട്ട് പോകാം അല്ലേ ബ്രോ? ഓക്കെ. ആദ്യം നമുക്കൊരു കോമ്പാക്ട് SUV തുടങ്ങാം. ടാറ്റ നെക്സോൺ ആണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? അതെ, സെക്കൻഡ് ഷേപ്പാണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത് ബ്രോ? ഇത് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. XZ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ, മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2020 മോഡൽ. ഓക്കെ, പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. മൈലേജ് ഒരു 11-14 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നിങ്ങളുടെ വാറണ്ടി കിട്ടുമല്ലോ അല്ലേ? വാറണ്ടി കൊടുക്കാം. 2 ഇയർ വാറണ്ടി, RS റോഡ് സൈഡ് അസിസ്റ്റ് ഇന്ത്യയിൽ എവിടെയും കിട്ടും. റോഡ് സൈഡ് അസിസ്റ്റ് എന്ന് വെച്ചാൽ വാറണ്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ 5 വർഷത്തിനുള്ളിലുള്ള വാഹനങ്ങൾക്ക് 2 വർഷം വരെ, 7 വർഷം ഉള്ളിലാണെങ്കിൽ 5 to 7 1 ഇയർ അങ്ങനെയാണ് കൊടുക്കുക. പക്ഷെ RS എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കും കൊടുക്കും. എവിടെ റോഡിൽ നിങ്ങൾ വഴിപ്പെട്ടാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ സർവീസിനുള്ള ആളെത്തും. ഓക്കെ. അപ്പോൾ ഇത് കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? 89,000. പെട്രോൾ വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ടല്ലോ? പ്രോപ്പർ സർവീസ് ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഏറ്റവും ടോപ്പ് ആണ്. സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്ന വണ്ടി, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? കോട്ടിംഗ് പ്രൈസ് 550. ഓക്കെ, 5,50,000 അല്ലേ? 5,50,000 രൂപയ്ക്ക് 20 മോഡൽ XF+ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ ഈ ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ചാൻസ് നല്ലൊരു, നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ, സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചാൻസ് വണ്ടിക്ക് കിട്ടും എന്തായാലും. ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തതാ ഒരു 7 സീറ്റർ വാഹനം. KL 69 രജിസ്ട്രേഷൻ വരുന്ന റിനോ ട്രൈബർ ആണ്. 7 സീറ്റർ എന്ന് വെച്ചാൽ പുറകില് ബേബി സീറ്റ്സ് ആണ്, കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2021 വരുന്ന മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 20,000 മാത്രം. ഈ 4-4.5 വർഷം കൊണ്ട് വെറും 20,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. RX ഏതാ ഓപ്ഷൻ? RXL ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. അതിൽ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും. പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. നല്ല ടയേഴ്സും ഉണ്ട്. ആ ഓട്ടത്തിനുള്ള ആ ടയർ ഭാഗം ഇപ്പൊ നിലവിൽ ബാക്കിയുണ്ട് അല്ലേ? ഓക്കെ. ഡ്രൈവറാണ്. ഒരു 12-15 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. 1 ലിറ്റർ ആണ്. അതെ, തീർച്ചയായും. അപ്പൊ ചെറിയ കുട്ടികളും വേറെ ഒരു 5 വലിയ ആൾക്കാരുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ. അത്യാവശ്യം വലിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ലിറ്റർ ആണെങ്കിൽ. ഓക്കെ. ഒരു ക്ലെയിം ഇല്ലല്ലോ? വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വാറണ്ടി 2 ഇയർ വാറണ്ടി കൊടുക്കാം. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? 4,60,000 കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2021 മോഡൽ, വെറും 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. 4 ലക്ഷം വരെയൊക്കെ ലോൺ കയറൂലേ? മാക്സിമം ചെയ്തു. ഓക്കെ. അടുത്തതാ സേഫ്റ്റി, മൈലേജ്, കംഫർട്ട് ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ഡീസൽ വെൻഡോ ആണ്. KL 51 ഒറ്റപ്പാലം രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽ ബ്രോ? 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ, ഒരു 18-20 റേഞ്ച് തന്നെ മൈലേജ് കിട്ടും. TDI ആണ്. 2018 അല്ല? 2018 വണ്ടി. ഓട്ടോ എത്ര പോയി? 78,000 കിലോമീറ്റർ.
78 മാത്രം. അത് ഇതിനെ സംബന്ധിച്ച് ഒരു ലോ കിലോമീറ്റർ ആണ്. ഒരു വർഷം ഡീസലിനെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ തന്നെയാണ്. 1 lakh പോലും ആയിട്ടില്ല. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് കംഫർട്ട് ലൈനാണ്. മിഡിൽ ഓപ്ഷൻ AC, പോസ്റ്ററിയം, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ്സ് വരും ഇതിൽ? അലോയ്സ് ഉണ്ട്. അലോയ്സും വരും. വെന്റോല വരും. പോളോല വരാത്തത്. നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? നല്ല ടയറാണ്. ഒന്നും ചെയ്യാല്ല, പുതിയ തന്നെ ഞാൻ തോന്നുന്നു. നല്ല ടയറാണ്, നല്ല നീറ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമ്മള് 560. 5,60,000 രൂപ ചോദ്യമാണ്. കുറച്ച് കൊടുക്കാലോ? കുറച്ച് കൊടുക്കാം. ഓക്കെ, ആ ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ്, അതും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മൊത്തത്തിൽ അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് വന്നെടുക്കാം. നല്ല അടിപൊളി കംഫർട്ടും സേഫ്റ്റി ഒക്കെ ഉള്ളൊരു വണ്ടി. ഓക്കെ, ഒരു 5 ലക്ഷം വരെ ലോൺ കിട്ടും? മാക്സിമം ചെയ്യാൻ പറ്റും. ആ IDV 6 രൂപയുണ്ട്, മാക്സിമം ചെയ്യാൻ പറ്റും. 18 വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് പഴയ ഷേപ്പ് റെഡ് സ്വിഫ്റ്റ് ആണ്, KL8, തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർ വരുന്ന 52,000 മാത്രം ഓടിയിട്ടുള്ളൂ. LXI ഓപ്ഷൻ. LXI ഓപ്ഷനിൽ പറയുമ്പോൾ എയർ ബാഗ് ഉണ്ട്, അതേപോലെ സ്റ്റീരിയോ ഇൻബിൽറ്റ്. ഫോഗ് ലാമ്പ് പിന്നെ വെച്ചാണോ അതോ? ഈ ഫോഗ് ലാമ്പ് വരും ഓപ്ഷനിൽ, ഫോഗ് ലാമ്പ് വരും. ഓക്കെ, എയർ ബാഗ് ഒരു എയർ ബാഗ് ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവും. ഓക്കെ, അതാണ് LXI മുകളിലേക്കുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ 4 ടയേഴ്സ് പുതിയാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര പോയിന്റെ? 52,000 ഓടിയിട്ടുള്ളൂ. 52,000. അപ്പോൾ അതിൽ മാറിയതായിരിക്കും. 4 പുതിയ ടയേഴ്സ് ആണ്. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിംസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട്, കമ്പനി സർവീസ് ഉണ്ട്. ചെയ്തിട്ടുണ്ട്, നമുക്ക് പോപ്പുലറിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ. എത്ര ഇതിന് ചോദിക്കുന്നത്? നമുക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. 4,15 ലക്ഷം രൂപയ്ക്ക് 2017 വെറും 52,000 കിലോമീറ്ററുടെ LXI ഓപ്ഷണൽ ഒരു റെഡ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകും. KL8 രജിസ്ട്രേഷൻ, പുതിയ 4 ടയേഴ്സാണ്. ആ ഭാഗത്തേക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ജനറൽ സർവീസ് സർവീസ് ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ ഇനി ഒരു 60,000 സർവീസ് ചെയ്താൽ മതി, വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. 60,000 സർവീസും ചെയ്താൽ മതി. മാക്സിമം ലോണ് തരുമോ? മാക്സിമം നമുക്കൊരു 3.5 റേഞ്ച് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിൽ വീണ്ടും കോമ്പാക്ട് SUV സെഗ്മെന്റ് ഹ്യുണ്ടായി ക്രെറ്റ KL51. ഇതും ഒറ്റപ്പാലം അല്ലേ? ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 വണ്ടിയാണ്. SX എന്ന് പറഞ്ഞ ഡീസൽ മാനുവൽ ആണ്. SX ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ഈ ആയിരിക്കും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനവും കാര്യങ്ങളും ഒക്കെ വരും. ഓക്കെ, 16 മോഡൽ. എത്ര ഓട്ടം പോയി? 1.55. 1,55,000. സർവീസ് പ്രോപ്പറാ? സർവീസ് ഉണ്ട്, സർവീസ് ആണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. പുറകിൽ ആവറേജ് ഉള്ളൂ, ഫ്രണ്ടിൽ കുഴപ്പമില്ല. ഫ്രണ്ടിലുണ്ട് അത്യാവശ്യം. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം മേജർ ക്ലെയിം ഒന്നുമില്ല, സ്ട്രക്ചറൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല. ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഗ്ലാസ് മാത്രം, ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഒന്ന് റീപ്ലേസ്, മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദ്യം? നമ്മൾ 5,60,000 രൂപ. 5,60,000 ഒരു ക്രെറ്റ കൊണ്ടുപോകാൻ ഡീസൽ മാനുവൽ 2016 മോഡൽ. ചോദ്യമാണ്, വില എന്തായാലും കുറച്ച് കൊടുക്കാലോ? കുറച്ച് ചെയ്യാം. ഓക്കെ, ഒരു 5 ലക്ഷം അവൈലബിലിറ്റി ഉണ്ട്. ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആയിരുന്നു, നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അടുത്ത വണ്ടിയിൽ അടുത്തതാ വീണ്ടും 7 സീറ്റർ ആണ്. ഇന്നോവ, പഴയ ഷേപ്പാണ്. KL50 ഒറിജിനൽ ഷേപ്പ് തന്നെ നിൽക്കുകയാണ്. കേരള വണ്ടി തന്നെയത് അല്ല, ഇത് റീ രജിസ്ട്രേഷൻ കർണാടക. റിയായതാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പ്. ഇപ്പൊ പേപ്പറിന്റെ അവസ്ഥ എന്താ? പേപ്പർ 2030 വരെ പേപ്പർ എല്ലാം ടാക്സ് എല്ലാം ക്ലിയർ ആണ്. 5 വർഷത്തേക്ക് ഇനി ഓക്കെ ആണ്. 5 വർഷം 4 വർഷം 26 ഓക്കെ. കിലോമീറ്റർ കാണിക്കുന്നത് 1.55. 1.52 ലാസ്റ്റ് അമ്മാനെ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ബെൽറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സർവീസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ഉണ്ടോ? പ്രോപ്പർ സർവീസ്. ഓക്കെ, ഇതും ടയേഴ്സ് ഒന്നും വലിയ കുഴപ്പമില്ല, നല്ല ടയർ ഭാഗമുണ്ട്. വേറെ മേജർ ക്ലെയിം, സ്ട്രക്ചറൽ ക്ലെയിംസ് ഒന്നുമില്ല. ഇത് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് മാറിയതാണ്. ഓക്കെ, എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? നമ്മളിത് 4,25,000 രൂപ. 4,15 ലക്ഷത്തിന് 2030 വരെ പേപ്പറുള്ള ഒരു ഇന്നോവ. ഇന്റർകൂളർ ആണ്, GL വരുന്ന ഓപ്ഷൻ. G ഇന്റർകൂളർ ആണ്. 4,30 2030 വരെ പേപ്പറുള്ള കേരള നമ്പർ ആയി കഴിഞ്ഞ ഒരു ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അടുത്തതാ കോമ്പാക്ട് സെഡാൻ കാറ്റഗറി സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL34 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെയാ ബ്രോ? 2014 മോഡല് സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസലാണ്. ഡീസൽ VDI. അതിൽ ഫോഗ് ലാമ്പ് അഡീഷൻ ചെയ്താ? ഫോഗ് ലാമ്പ് അഡീഷൻ ചെയ്തായിരിക്കും. അലോയ്സ് ഒന്നും ചെയ്തിട്ടില്ല. അലോയ്സ് ഒന്നുമില്ല.
ഓക്കെ 14 അല്ലേ? അതെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്രയാ ഓട്ടം പോയത്? 1,12,000. 1.12. സർവീസ് ഒക്കെ പ്രോപ്പർ ആണ്? സർവീസ് കറന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലേക്കാണ്. 14 മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിംസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ വണ്ടിയൊക്കെ ഇൻഷുറൻസ് നിലവിൽ ഇൻഷുറൻസ് എല്ലാം ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ. എല്ലാത്തിനും full cover എല്ലാം ഫുൾ കവർ ആണ്. എല്ലാം ലോൺ അവൈലബിൾ. ഇന്നോവക്ക് ഉണ്ടാവില്ല? ബാക്കി എല്ലാത്തിനും ഇന്നോവയ്ക്കും ഫുൾ കവർ. ഫുൾ കവറാ? 4 lakh IDV ഉണ്ട്. ശരി, ഓക്കെ. ഇന്നോവക്ക് ഫുൾ കവർ, ഒന്നും പറയാനില്ല. അതെ, ഓക്കെ. അപ്പോൾ ഇതിനെത്ര വയ്ക്കുന്നത്? 14. ഇത് നമ്മൾ 3.5 ലക്ഷം രൂപ. 1.12 14 വീഡിയോ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി 3,50,000 ചോദ്യമാണ്. കുറച്ചു നേരം ഓക്കെ. ലോൺ ഒരു 3 ലക്ഷം വരെ കിട്ടൂലേ? 3 ലക്ഷം വരെ ഞാൻ 3.5 വർഷം ലോൺ ചെയ്യാം. ഓക്കെ, 3.5 വർഷം വരെ കിട്ടുകയും ചെയ്യും. നല്ല ടയേഴ്സും ഉണ്ട്. പുറകിൽ ആവറേജ് ആണ്. ഫ്രണ്ടിൽ നല്ല പുതിയ ടയേഴ്സാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? അടുത്തതാ ഇവരുടെ തന്നെ മഹീന്ദ്ര ഥാറാണ് അല്ലേ? KL50 രജിസ്ട്രേഷൻ വണ്ടി. അതെ. ഇതെങ്ങനെയാ ബ്രോ കാര്യങ്ങൾ? ഇത് 2021 മോഡല് 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് മാനുവൽ പെട്രോൾ വണ്ടി. 21 4 വീൽ മാനുവൽ പെട്രോൾ ആണ് വാഹനം. ഓട്ടം എത്ര പോയി? 29,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓ, ലോ കിലോമീറ്റർ ആണ്. 21 എന്ന് പറയുമ്പോൾ 5 വർഷം ആവാനായി. അതെ, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ടയേഴ്സ് തന്നെ അല്ലേ? ഒറിജിനൽ ടയേഴ്സ്. 29 ഓടിയ ടയറാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബമ്പർ മാറ്റി ചെയ്തിട്ട് മെറ്റാലിക് ബമ്പർ കയറ്റിയിട്ടത്. പക്ഷെ അതിന്റെ ഫിനിഷിംഗ് അങ്ങനെ ആക്കിയതാണ്. ഒരു പെയിന്റിംഗ് ഫിനിഷിംഗ്. ഞാൻ പെട്ടെന്ന് ഫൈബർ തന്നെയാണ്. ഓക്കെ, ഒരു മെറ്റാലിക് അല്ല, മെറ്റാലിക് ഫിനിഷിംഗിൽ കൊടുത്തിരിക്കുകയാണ്. ഗ്രില്ലും ബമ്പറും കൂടി വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഫിറ്റിംഗ്സ് ഉണ്ട്. ഹെഡ്ലൈറ്റ്, ഈ ബമ്പർ, ഉള്ളിൽ അഡീഷണൽ ആയിട്ട് മറ്റേ നമ്മുടെ ഉള്ളിലെ ഫിറ്റിംഗ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ മാറ്റി, സീറ്റ് കവർ എല്ലാം മാറ്റിയതാണ്. പ്രീമിയം കവർ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്സ് പോലത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒഫൻസീവ് ആയ ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തു. എത്ര ഇതിപ്പോ ചോദിക്കുന്നത്? എത്രയാ നമ്മൾ കോട്ടിംഗ് പ്രൈസ് 12.5. 12,50,000 രൂപയ്ക്ക് 21 ലോ കിലോമീറ്റർ മാനുവൽ 4x4 പെട്രോൾ ഥാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു 11-11.5 ലോൺ വരും. ഒരു 1 lakh നമുക്ക് ഇതില് പുതിയ ഇൻഷുറൻസ് നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് ലൈവില്. IDV അത്യാവശ്യം 15 ലക്ഷം രൂപ IDV കാര്യങ്ങൾ 15 ഉണ്ട് അല്ലേ? അതെ, മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോൺ മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ട സിറ്റി ആണ്. KL22 രജിസ്ട്രേഷൻ. ഇത് പെട്രോൾ ആണോ ഡീസലാണോ? ഇത് പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ. മൈലേജ് ഉണ്ടാവും 20ന്റെ മേലെ തന്നെ മൈലേജ് കിട്ടും. ടൗണിലൊക്കെയാണ് ഒരു 18 വരെയും കിട്ടും അല്ലേ? അത്യാവശ്യം കിട്ടും. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഏതാ ഓപ്ഷൻ? XV ആണ്. SV അല്ലേ? ഓക്കെ, എസിന്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷൻ. എസിനും വീക്കും ഇടയിലായിട്ടുള്ള ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരും. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ABS എല്ലാം വരും. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. വേറെ മേജർ ക്ലെയിമോ കാര്യം ഒന്നുമില്ലല്ലോ? മേജർ ക്ലെയിംസ് കാര്യങ്ങളും. ഒരു ഫോഗ് ലാമ്പ് അവിടെ പോയിട്ടുണ്ടല്ലേ? ഫോഗ് ലാമ്പ് പോയിട്ട് അത് മാറ്റാം. ഓക്കെ, എത്ര ചോദിക്കും? ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത്? എത്രയാ? ഇത് 3.5 ലക്ഷം രൂപ. 3,50,000 രൂപയ്ക്ക് 2014 ഡീസൽ ഹോണ്ട സിറ്റി SV ഓപ്ഷൻ വരുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും. മൈലേജ് ഉള്ള ഒരു വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഹോണ്ടേന്റെ എഞ്ചിനായതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനില്ലല്ലേ? വേറെ ഒന്നും നോക്കാനില്ല. പെട്രോൾ വണ്ടി ആയാലും വേറെ ഒന്നും നോക്കാനില്ല. രണ്ടായാലും പെട്രോളിനും ഡീസലായാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ലോണും ഒരു 3 ലക്ഷം. 380 IDV ഉണ്ട് ഇതിൽ. നമുക്കപ്പോൾ മാക്സിമം ലോൺ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന വിലക്കുള്ള ലോൺ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ ചാൻസും ഉണ്ട്. ഫുൾ ലോൺ ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും തൽക്കാലം ഇപ്പം അത്രയേ ഉള്ളൂ സ്റ്റോക്കുകൾ. നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കാറൻ ബൈക്ക് പാലക്കാട് മുണ്ടൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഹൈവേ സൈഡിൽ തന്നെയാണ്. ഇവിടുത്തെ ഇറ മോട്ടോഴ്സിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ, മഹീന്ദ്രയുടെ ന്യൂ ഷോറൂമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ആ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് വണ്ടികൾ നിങ്ങൾക്ക് കാണിക്കണം, വേറെ ഏതൊക്കെ ഷോറൂമുകൾ കാണിക്കണം, അതേപോലെ തന്നെ ഇവരുടെ അടുത്ത് വേറെ ഏതൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ എൻക്വയറി ഉണ്ടെങ്കിലൊക്കെ ആ നമ്പറിലേക്കൊക്കെ വിളിച്ചോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. വെൽക്കം. ബൈ.